എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമുക്കിവിടെ റെഡ് അലർട്ട് ആണ് കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നിന്നത്. നാളത്തെ അവസ്ഥ അതുകൊണ്ട് ഇന്ന് ഇവർക്ക് ലീവായി. ഇനി നാളത്തെ അവസ്ഥ അപ്പൊ ഇന്ന് ലീവായിരുന്നു. പക്ഷെ പല സ്ഥലത്തും എന്തൊക്കെ കഷ്ടപ്പാടുകളല്ലേ. നമുക്ക് പിന്നെ അങ്ങനെ ഇവിടെ മഴ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെ അതെ, ഇന്നത്തെ ദിവസം അതൊക്കെ തന്നെ. സുഖമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക, ആ ഒരു പരിപാടിയൊക്കെ തന്നെ അല്ലേ പ്രഭു? യെസ്. എല്ലായിടത്തേലും ഇങ്ങനെ ന്യൂസുകൾ നമ്മളിങ്ങനെ കാണുന്നു. വെള്ളം നിറഞ്ഞു, അവിടെ വെള്ളം നിറഞ്ഞു, ഇവിടെ വെള്ളം നിറഞ്ഞു, പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം നിറഞ്ഞു, അങ്ങനെ 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 പ്രശ്നങ്ങൾ. ഇന്ന് നല്ല മഴയൊക്കെ ആയത് കാരണം നമ്മള് എന്താ ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, റീൽസ് എടുക്കാൻ പറ്റില്ല, വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഗംഭീര മഴയാണ്. അപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ ഇരുന്നപ്പം ഇവർ രണ്ടുപേരും കൂടി എനിക്കൊരു പണി തന്നതാണ് കേട്ടോ. കാരണം നമ്മൾ കുറെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലേ? അന്ന് എന്താ അമ്മയും പപ്പയായിട്ട് ഞങ്ങളെ Q&A ചെയ്തു. അപ്പൊ അന്നോട്ട് പറയണായിരുന്നു അമ്മ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം. കാരണം അവരിങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ സമയമില്ലാണ്ട് അങ്ങനെ 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 പോയി ആ കാര്യം മറന്നേ പോയി. സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ, ഓർക്കാൻ സംസാരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ പറയാ, അപ്പൊ ഇന്നിപ്പോ എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിപരമായിട്ടൊന്നും ഇപ്പൊ ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് മനസ്സിലാവും മാത്സ് എക്സാം ബുദ്ധിപരമായി പെട്ടെന്ന് എന്തൊക്കെയോ മനസ്സിൽ വന്നത് അങ്ങോട്ട് എഴുതിയെന്നുള്ളൂ. ഞാൻ പക്ഷെ ഇങ്ങനെ എല്ലാം ആക്ച്വലി വിചാരിച്ചിരുന്നത്, ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ തുടങ്ങാം. അപ്പൊ ഓക്കെ, തുടങ്ങാം. ഓക്കെ അല്ലേ? കുറച്ചുകൂടി കുറച്ചുകൂടി ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ഇതില് നോക്കരുത് കേട്ടോ, ഞാൻ പറയും. അപ്പൊ എന്തായാലും രണ്ടുപേരും ആദ്യം എഴുതണം. ഓക്കെ, എഴുതണം, അതിന്റെ നല്ലത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് എന്റെ ക്വാളിഫിക്കേഷൻ? സ്റ്റഡീസിലാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വേഗം വേഗം വേണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതല്ലേ, നമുക്ക് കുറെ സമയം എടുക്കരുത്. ഓക്കെ അല്ലേ? എന്നാ പറ. ബി.എഡ് കെമിസ്ട്രി. എന്ത് കെമിസ്ട്രി? പോളിമർ കെമിസ്ട്രി. കെമിസ്ട്രി. അതന്നെ. അപ്പൊ ശരിയാണ്. അപ്പൊ അത് രണ്ടുപേർക്കും ഓക്കെയാണ്. അപ്പൊ രണ്ടുപേരും ടിക്കട്ടോ, ഒരു മാർക്ക്. ഇങ്ങനെ തന്നെ അല്ലേ ഇത് ചോദിക്കുക? അറിയുന്നവര് ആദ്യം പറയുന്നല്ലേ ചെയ്യാ. ഓക്കെ ഓക്കെ. എന്നാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ആഫ്റ്റർ മാരേജ് അതുവരെ ഞാനൊരു വീട്ടിലായിരുന്നു. ആഫ്റ്റർ മാരേജ്, കല്യാണം കഴിയുന്ന സമയത്ത്, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പപ്പയുടെ കൂടെ ഞാൻ എങ്ങടാ പോയേ? ഇങ്ങനെ താണിരിക്കല്ല, തന്നെ കാണുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പോരാ. എനിക്ക് അതാ പറഞ്ഞത്, എനിക്ക് ആലോചിക്കാനുള്ള ബുദ്ധി. ഓക്കെ ആണോ? അന്ന് പറഞ്ഞു ബാംഗ്ലൂർ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. മൈ ഫേവറേറ്റ് ടീച്ചർ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആദ്യം കൈ പൊക്കിക്കോ, അറിയുന്ന ആള്. പേര് ഓർമ്മ വരുന്നില്ല. അയ്യോ, ഇതാണ് ഞാൻ പറഞ്ഞതാ. ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ആണ്. എനിക്കറിയില്ല. സുധ അല്ല, നമ്മള് സ്ഥിരം കാണുന്ന ടീച്ചറല്ലേ? എന്താ പേര്? അയ്യോ, അറിയില്ലല്ലോ. അപ്പൊ രണ്ടുപേരുടെ മാർക്ക് പോയില്ലേ? പോയിട്ടോ, രണ്ടുപേരുടെ മാർക്ക് പോയി. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? നെഗറ്റീവ് മാർക്കില്ല, രണ്ടുപേർക്കും അവിടെ മാർക്കില്ല. ഞാനത് ഒരാളെങ്കിലും പറയും വിചാരിച്ചു. ശോഭ ടീച്ചർ. അയ്യോ, അവർക്ക് അറിയണതാണ്, ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരാത്ത. അടുത്തത് ചോദിക്കട്ടെ. എന്റെ വെഡിങ് സാരിയുടെ കളർ എന്താണ്?
ഫ്രെയിമിന്ന് പുറത്തേക്ക് പോവല്ലേ. പറഞ്ഞാ മതി, എഴുതണ്ടെന്നാ. ശരിയാ, വെറുതെ സമയം തന്നെ. ഓക്കെ പറ. മെറൂൺ. നീ എന്താ എഴുതിയേ? ഗോൾഡ്. പ്രദൂന് പോയി. പാറു കാപ്പി കളർ മെറൂൺ. അതന്നെ, മെറൂൺ ബ്രൗൺ. ഞാൻ ബ്രൗൺ എഴുതി. ഗോൾഡും ബ്രൗണും. ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം ബ്രൗൺ, അവള് ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ കാര്യം. അത് ശരിയാ. മെറൂൺ ബ്രൗൺ. എനിക്കിപ്പോ അതിന്റെ കളർ ഇക്കന്നെ ശരിക്കും എന്ന് വെച്ചാൽ മെറൂൺ ആണോ ബ്രൗൺ ആണോ വെച്ചാൽ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു കളർ. അപ്പൊ രണ്ടുപേർക്ക് മാർക്ക് വേണോ? എന്നാ പിന്നെ രണ്ടുപേർക്ക് മാർക്ക് കിട്ടും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു കാര്യം ഞാൻ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്. യെസ്, പാർവിന്. അങ്ങനെയല്ല, അതല്ല, അതാണ് ഖത്തർ. അപ്പൊ പാർവിന് പോയിന്റ് കിട്ടി. പ്രദൂന് ഇല്ല കേട്ടോ അവിടെ. ഇതൊക്കെ എഴുതി വെച്ചോ, അവസാനം ലാസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ അടുത്തതാണ്, നമ്മളിപ്പോ ഒരു അഡ്വെഞ്ചർ അങ്ങനത്തെ ഒക്കെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കയറാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു റൈഡ്. ഇഷ്ടപ്പെടുന്ന റൈഡ് അവള് പറഞ്ഞ ആണോ? അമ്മയ്ക്ക് എല്ലാതും പേടിയല്ലേ? അല്ല, കേറുന്നതൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആകെ കേറുന്ന 2-3 ഒന്ന് കാർ ഓടിച്ച് പോണ റൈഡാണോ? അത് സത്യം പറഞ്ഞ പ്രതു പറഞ്ഞാൽ ശരി, എനിക്ക് ഒന്നിനും ഇഷ്ടമല്ല. കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് ഒന്നിനും കയറാൻ ഇഷ്ടമല്ല. ഞാൻ ഇവരുടെ കൂടെ പോകുന്നേയുള്ളൂ. അഡ്വഞ്ചർ എന്ത് പാർക്കിൽ പോയാലും പുറത്തു നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മറ്റേ വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ട് വെറുതെ ഇവരുടെ ഡ്രസ് പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ആള് മാത്രമാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ അപ്പൊ അതായിരിക്കും പോയിന്റ്. എനിക്ക് അത് പ്രതുവിന്റെ കിട്ടി. കൂട്ടിലിട്ടോ ആദ്യം കൈ പൊക്കണം കേട്ടോ. ആദ്യം കൈ പൊക്കണേ, നന്നായിട്ട് വേണം. അല്ലെങ്കിൽ പാറു പ്രതു എന്ന് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും മതി. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. ഞാൻ എത്ര വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്? അയ്യോ, ഇത് ഗസ് അല്ലാണ്ട് നിവർത്തിയില്ല. ഓക്കെ പറ. 10 നീ പാറു പറ. 13. എന്റെ ഈശ്വര, അത്രൊന്നുമില്ലേ? ഞാനും ആദ്യം എന്നാ അതുമല്ല. അപ്പൊ രണ്ടാൾക്കില്ല 9. അതാ 8, 7, 9 പറഞ്ഞ് 8 വർഷം ഡാൻസ് പഠിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയണ കാര്യ, റീസെന്റ് ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഡാൻസ് ആണ്. ഏതാണ് ഇപ്പൊ തന്നെ മനസ്സിലാക്കി ശരിക്കും പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. ഇല്ല, കൂട്ടില്ല. പോയിന്റ് 2 കൊടുക്കണം. രണ്ടുപേരും പറഞ്ഞു. അത് അവർക്ക് തന്നെ അറിയാം. അവരെന്നെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞത്. പറയട്ടെ അമ്മേ, ആ പാട്ട് അറിഞ്ഞപ്പോ മുതൽ തുടങ്ങിയത് അത്. കുക്കിങ്ങിന്റെ ഇടയിൽ വെറുതെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് മുന്നിൽ വന്നിട്ട് എനിക്കാണെങ്കിൽ അത് ശരി, ഇവർക്കാണെങ്കിൽ അതിനോട് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് ഭയങ്കര, അത് അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്റെ ഫേവറേറ്റ് കളറ്, ഞാൻ അതിന് 3 ഓപ്ഷൻസ് ഉണ്ട്. കാരണം എനിക്ക് തന്നെ അത് കറക്റ്റ് ആയിട്ട് അത്ര അറിഞ്ഞൂടാ. 3 ഓപ്ഷൻസ് ഉണ്ട്. ആ 3 എണ്ണത്തിലത്തെ ഏത് എഴുതിയാലും മാർക്ക് തരും. എന്റെ ഫേവറേറ്റ് കളറില് 3 എണ്ണം ഉണ്ട്. എന്റെ മനസ്സിൽ 3 കളറുണ്ട്. അതിലത്തെ 3 എണ്ണത്തിലത്തെ ഏത് എഴുതിയാലും ഞാൻ നിങ്ങക്ക് മാർക്ക് തരും. ഓക്കെ, എഴുതിയോ? ഓക്കെ, പറ. റെഡ്. കറക്റ്റ്. അപ്പൊ 2 പേര് എഴുതിയത് കറക്റ്റ് ആണ്. റെഡും ഗ്രീനും ബ്ലാക്കും ആയിരുന്നു. ഇവിടെ ഞാൻ 3 എണ്ണം. 3 കളറിന്റെ മനസ്സിലുണ്ടാവുന്നേ. റെഡും ഗ്രീനും ബ്ലാക്കും ആണ് എന്റെ ഫേവറേറ്റ് കളറുടെ. ബ്ലാക്ക് ഡ്രസ്സ്, ബ്ലാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ ചീത്ത അറിയും. കാരണം ഞാൻ എപ്പോ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അതില് ബ്ലാക്ക് ഉണ്ടാവും. എനിക്ക് ബ്ലാക്കിനോട് വല്ലാത്തൊരു പ്രാന്തായിരുന്നു പണ്ട് തൊട്ടിട്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് റെഡ് ഒരുപാട് ഇഷ്ടം. അപ്പൊ എന്തായാലും അവര് കറക്റ്റ് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യം,
ഹൈറ്റ് അല്ലേക്ക് അറിയാം. പ്രതുവിന്റെ കഴിഞ്ഞു. ഭയങ്കര പേടിയുള്ള ഒരു കാര്യം. ഞാൻ ഹൈറ്റ് പേടിയാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പേടിയാണ് എനിക്ക് ഇടി. ഇടി കിട്ടിയിട്ടൊക്കെ ഒരു രക്ഷയില്ല. ഞാൻ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കും. എനിക്ക് അത്ര പേടിയാണ് ഇടി. ഇടി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം കുക്കിംഗ് അല്ലേ. എന്നിട്ട് പോയി ഫോട്ടോ എടുത്തു കൊടുക്കുക. അയ്യോ ഇതല്ല, രണ്ടുപേരുടെയും പോയി. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. യെസ്, എനിക്കത് ഭയങ്കര സർപ്രൈസ് അങ്ങനത്തെ അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പാറുവിന് കിട്ടും. പാറുവിന് കിട്ടി. പ്രതു പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് 2 ടോൺ വേണ്ടേ? പെട്ടെന്ന് പറയണ്ടേ? നെക്സ്റ്റ് നോക്കാട്ടോ. പിന്നെ 3 കാര്യം പറയാം. അതിൽ എന്റെ ഫേവറേറ്റ് ഏതാണെന്ന് പറയണം. കൈ പൊക്കിയാ മതി, അല്ലെങ്കിൽ പാറു കൃതു അങ്ങനെ എന്തെങ്കിലും പറയണം. ഡ്രോയിങ്, സിംഗിങ്, ഡാൻസിങ്. എനിക്ക് ഡാൻസിങ് ആണ് കൂടുതൽ ഇഷ്ടം. പോയില്ലേ മാർക്ക്? തെറ്റിട്ടോ, കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ രണ്ടാണ് സിംഗിങ് എന്താ പറഞ്ഞത്? പക്ഷെ എനിക്ക് കൂടുതൽ ഡാൻസ് ആണ് ഇഷ്ടം. ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഒരു ട്രൂ ഓർ ഫാൾസ് ആണ്. എന്റെ ഫേവറേറ്റ് ഡ്രസ് സാരിയാണ്. False. False to the extent possible. അതൊക്കറിയാം. എനിക്ക് സാരി ഉടുക്കുന്ന ഇഷ്ടമല്ല. സാരി ഉടുത്ത് മറ്റുള്ളവരെന്നൊക്കെ കാണാൻ ഇഷ്ടം. അല്ലെങ്കിൽ സാരി ഉടുത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് നിക്കണം. അല്ലാണ്ട് കിച്ചണിലേക്ക് സാരി എടുത്ത രക്ഷയില്ല. എനിക്ക് തീരെ വയ്യാത്ത പരിപാടിയാണ് സാരി എടുത്തിട്ട്. ഞാൻ അമ്മേനെയും കൂടി ഞാൻ ചീത്ത പറയും സത്യം പറഞ്ഞ സാരി എടുത്ത് നടക്കുമ്പോ. എങ്ങനെ ഇത് എടുത്തിട്ട് നടക്കണത് എനിക്ക് വയ്യ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അടുത്ത് പറയട്ടെ. അത് നിങ്ങൾ ഇനി പറയുമോ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ടീനേജില് എനിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ആക്ടർ കുഞ്ചാക്കോ ബോബൻ. യെസ്, അയ്യോ പറയട്ടെ, എന്തൊരു ഇഷ്ടമായിരുന്നു അറിയാം. ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജില്. അല്ല ടീനേജ് ആ ഒരു ടൈം. പിന്നെ അടുത്ത ചോദിക്കട്ടെ. ഞാനൊരു കവർ സോങ് ചെയ്തിരുന്നില്ലേ, അതിന്റെ പേരെന്തായിരുന്നു? ഞാൻ ഞാൻ ഇന്നലെ രാത്രിയും കൂടെ ലാപ്ടോപ്പ് കൂടെ നോക്കുമ്പോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഓർത്തത്. പ്രതു പ്രതു കുറച്ചുകൂടി ചെറുതായിരുന്നു, ചിലപ്പോ അതുകൊണ്ടായിരിക്കും മറന്നുണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പപ്പേനെ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഇതെന്താ ഇത് കേട്ട് 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 ചിലപ്പോ മടുത്ത കാര്യമായിരിക്കും. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കട്ടെ, കേൾക്കുന്നവർക്ക് മനസ്സിലാവട്ടെ. ആൻസർ എന്തായാലും കറക്റ്റാ. ആദ്യം കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് കാല്. നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത് നല്ല രസമുള്ള കാലായിരുന്നു. അതാണ് ശ്രദ്ധിച്ചത്. ഇത് കേട്ട് 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 വരാം. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവരിങ്ങോട്ട് വരണം. അതാണ് കാര്യം കേട്ടോ. അത് കറക്റ്റാ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ ഹൈറ്റ് എങ്ങനെ നിനക്ക് അറിയണ പോലെ പറഞ്ഞാ മതി. അറിയുന്നവര് ജസ്റ്റ് കൈ നോക്കും പറഞ്ഞോ. 5'7". ഓക്കെ, അടുത്ത് 5'6". 2 അല്ല, 5'5". അതുമല്ല, 5'11". അമ്മേ അപ്പൊ കൂടുതലാ. 5'4" ആണ്. അപ്പൊ അത് 2 പേർക്കും ഇല്ല കേട്ടോ. 2 പേർക്കും കിട്ടിയിട്ടില്ല. അടുത്ത് ചോദിക്കട്ടെ. എന്റെ ക്യാമറ ഏതാണ്? ആ കമ്പനി ബ്രാൻഡ്. ഓക്കെ, അത് വാറ് കറക്റ്റായി. നിക്കോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ സോഡിയാക് സൈൻ. എനിക്കറിയാം, ലിയോ.
എനിക്ക് എന്റെ പ്രതുവിന്റെ സോഡാക്സ് അമ്മടേം പപ്പടേം പാറുന്റെ എന്റെ അറിയാം. വെരി ഗുഡ്. അതെ, അത് പ്രതു പറഞ്ഞാണ് കറക്റ്റ് ആയിരുന്നു. ആ, പാറു കുറച്ചുകൂടി ഇങ്ങോട്ടിരുന്നല്ലേ സൈഡിനകത്തിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് ഞാൻ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗദർ അങ്ങനെ പോകില്ലേ? അത് ഏത് ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് വെയിറ്റ്, ഞാൻ പറയാം. സ്കൂൾ, +2, കോളേജ്, B.Ed. +2 സ്കൂളാണ് വരുന്നത്. നിങ്ങൾ ആദ്യം +2 പറഞ്ഞത് എപ്പോഴും അറിയണ്ടല്ലേ അത് സ്കൂളാണ് എന്നുള്ളത്. സ്കൂളാണ്. ആ, പിന്നെന്താ, ഇതിപ്പോ നിങ്ങക്ക് കിട്ടിയോ? രണ്ടുപേരും ഒപ്പം സ്കൂൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നും കൂടെ ചോദിക്കട്ടെ. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ അത് കേട്ടോ. ഓക്കെ, നമുക്ക് മലയാളത്തിലേക്ക് വരാം. എന്റെ നാളെന്താണ്? സ്റ്റാർ. പുണർദം. മനസ്സിൽ ഭരണിനാന്ന്. പക്ഷെ ഭരണി പപ്പയാണ്. അത് പപ്പടേന്നു. എനിക്ക് എന്റെ പോലെ പറയാതെ എനിക്ക് അമ്മടെ പപ്പട അറിയാം, എനിക്കറിയില്ല. പക്ഷെ നീ പറഞ്ഞപ്പോ ഞാനത് ഭയങ്കര അർത്ഥപ്പെട്ടുപോയിട്ട്. കാരണം പ്രതുവിന് എപ്പോഴും ചോദിക്കുക, അമ്മ അതെന്താണ് ചോദ്യം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, ഇയറും അറിയില്ല. അത് ഞാൻ പറയണില്ല. അതെനിക്കറിയാം. അതല്ല, പക്ഷെ പ്രതു ഉണ്ടല്ലോ, പ്രതു എപ്പോഴും ചോദിക്കായിരുന്നു നമ്മുടെ നാടെന്താണ്. നമ്മുടെ ഈ ഇതില് അവർക്ക് മലയാളം മാസവും ഈ നാളുകളും തമ്മിൽ എപ്പോഴും മാറും. എന്നോട് ചോദിക്കും മീനം മേടം എന്നൊക്കെ പറയണതും നാള് അതിനാണോ നാള് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ചോദിച്ചോണ്ടിരിക്കില്ലേ. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല പ്രതു അത് പറയുന്നുള്ളത്. പാട് പറയുന്നാണ് വിചാരിച്ചത്. അടുത്തത്, അമ്മ നിങ്ങക്ക് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മദറാണ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. അത് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, ഞാൻ വെറുതെ കേട്ട് സൂചിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. മാർക്കില്ല. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 22. അത്രയൊക്കെ ഉണ്ടായിരുന്നോ? ആ, ഓക്കെ. ഇനി കൂട്ടിക്കോ. പറയാൻ പറ്റില്ല. അവസാനം പ്രഭു എത്ര? 15. ആണോ? ചെറിയ വ്യത്യാസം അല്ലേ? വ്യത്യാസം. ഓക്കെ, അപ്പൊ എന്തായാലും പാറു അതെ. Who knows me better? പ്രാർത്ഥന സജിത്. അറിയാട്ടോ അല്ലേ? രണ്ടാൾക്കും അറിയാം. ഇത് ജസ്റ്റ് ഈ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കുറെ ക്വസ്റ്റ്യൻസ് ആട്ടോ. എനിക്കറിയാം ഇതൊന്നും ഒട്ടും അങ്ങടെ ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് അല്ലേ. കാരണം പെട്ടെന്ന് മഴ ദിവസം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ശരിക്കും ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പിന്നെ ചെയ്യും. അപ്പൊ നിങ്ങളെ ഞാൻ വെള്ളം കുടിപ്പിക്കും. അപ്പൊ എന്താ, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. മഴയൊക്കെയാണ് അല്ലേ? അപ്പൊ അത്രയൊക്കെ തന്നെ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും.